സോ ഇന്നലെ ജുഡ്സു കൈസന്റെ സീസൺ 2 ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. സോ ആകെ 23 എപ്പിസോഡാണ് ടോട്ടലുള്ളത്. 23 എപ്പിസോഡ് ഇന്നലെയാണ് എയർ ചെയ്തത്. സോ ഫുള്ളി ഒരു കിടിലൻ സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ആനിമ ഓരോ വീക്കിലി വ്യാഴാഴ്ച ആയിട്ടാണ് റിലീസ് ചെയ്യല്. സോ ഞാൻ ഈ ആനിമ വീക്കിലി ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് കണ്ടു തീർത്തിയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കൊരു വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. ഒരു കിഡിലൻ ആക്ഷൻ ബാക്ക്ഡ് ആനിമ. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഏറ്റവും കിഡിലൻ ആക്ഷൻ ആനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ജുഡ്സു കൈസൻ തന്നെയായിരിക്കും. അങ്ങനത്തെ ഫുള്ളി ആക്ഷൻ കിഡിലൻ ബാക്ക്ഡ് ആയ ഒരു ആനിമ, കിഡിലൻ സാധനം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാവരും ജുഡ്സു കൈസൻ സീസൺ 1 കണ്ടിട്ട് പിന്നെ ജുഡ്സു കൈസൻ 0 എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അത് സീസൺ 1 മുന്നേ നടക്കുന്ന സിനിമയാണ്. സോ ആ ഒരു സിനിമ എന്തായാലും കണ്ടിരിക്കണം. ഈ സീസൺ 2 മുന്നേ ആ സിനിമ കണ്ടിട്ട് നിങ്ങൾ ഈ സീസൺ 2 കാണും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ആ സിനിമയിൽ നടക്കുന്ന കുറേ ഇവൻറ്റ്സും ക്യാരക്ടേഴ്സും ഒക്കെ ഇതിൻ്റെ അകത്ത് റിട്ടേൺ ആണ്. സോ ആ ഒരു കാര്യങ്ങളും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു സിനിമ എന്തായാലും കണ്ടിരിക്കണം. സോ കുറേ ആൾക്കാർ ഈവൻ അത് സീസൺ 1 കഴിഞ്ഞിട്ട് സീസൺ 2 കാണുന്നവരുണ്ട്. സോ അങ്ങനെ കാണരുത്. സീസൺ 1 കണ്ടിട്ട് 0 എന്ന് പറഞ്ഞ മൂവി ഉണ്ട്, ജുഡ്സു കൈസൻ 0 എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് ഈ സീസൺ 2 കാണുക. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള കിട്ടിയ എക്സൈറ്റ്മെൻറ്റും കുറേ ഗൂസ്ബംസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സോ സീസൺ 2 2 ആർക്കാണ് ചർച്ച ചെയ്യുന്നത്. ഹിരൺ ഇൻവെൻട്രി ആർക്കും പിന്നെ ഷിബുയ ഇൻസിഡന്റ് ആർക്കും. ഹിരൺ ഇൻവെൻട്രി ആർക്ക് എന്ന് പറയുമ്പോൾ സീസൺ 2 കുറച്ച് മുമ്പ് തുടങ്ങിയപ്പാടിനുള്ള കുറച്ച് എപ്പിസോഡ്സ് ആണ്. അതായത് ഈ 0 മൂവിൻ്റെ ഇവൻറ്റ്സിന് മുമ്പ് നടക്കുന്ന കഥയാണ്. നമ്മളെ സത്തുറോ ഗോജോൻ്റെ ബാക്ക് സ്റ്റോറിയാണ് അവർ ഫുൾ കാണിക്കുന്നത്. അങ്ങനെയാണ് സീസൺ 2 തുടങ്ങുന്നത്. ആ സീസൺ 2ൻ്റെ ഒരു ഗോജോൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഫുൾ ആക്ഷനാണ്, പൊരിയ ആക്ഷൻ. ഓരോ എപ്പിസോഡിലും എന്തായാലും ഓരോ ആക്ഷൻ എന്തായാലും ഉണ്ടാവും. സോ അങ്ങനത്തെ മൂഡിലാണ് ഈ ഒരു ആനിമെ സീരീസ് മൊത്തം എപ്പിസോഡ്സ് ഇങ്ങനെ വർക്ക് ഔട്ട് ആയിട്ടുള്ളത്. ആൻഡ് അത് അടിപൊളി തന്നെയാണ്. ആ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളെല്ലാം കാണിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ആ ഒരു ഗത്തോന്നാണ് ക്യാരക്ടറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും കാണിച്ചു എങ്ങനെയാണ് അവർ പിരിയുന്നുള്ള കാര്യങ്ങളും കാണിച്ചിട്ട് പിന്നെ ഫ്യൂച്ചറിലേക്ക് പോകാണ്. സീസൺ 1 എവിടെയാണ് അവസാനിച്ചാൽ അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഷിബുയ ഇൻസിഡൻറ്റ് ആർക്ക് തുടങ്ങുകയാണ്. ഷിബുയ ഇൻസിഡൻറ്റ് ആർക്കാണ് ഫുള്ളി ഒരു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കുറച്ച് ആ ഗോജോൻ്റെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കാണിച്ചു തന്നെ ഉള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് ഷിബുയ ഇൻസിഡൻറ്റ് ആർക്ക് തുടങ്ങി പിന്നെ പോരിൻ്റെ ഫൈറ്റ് സീക്വൻസ്, ഗൂസ് ബംസ്, അങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റ് ആക്കുന്ന കുറേ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ആനിമ മുമ്പോട്ട് പോകുന്നത്. ആൻഡ് ആക്ഷൻ സീൻസിനെ പറ്റി എനിക്ക് പറയാനില്ല, ഒരു രക്ഷയില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ഈ വർഷത്തിൽ കണ്ട ഏറ്റവും കൂടുതൽ ആക്ഷൻ സീരീസ് ആനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൊട്ടി പറയും ജുഡ്സു കൈസനാണ്. എനിക്ക് അത്രക്കും ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആയി തോന്നി. ചെയിൻസോ മാനും കാര്യങ്ങളുണ്ട്. പക്ഷേ ചെയിൻസോ മാൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ സ്റ്റോറി തന്നെ നല്ലോണം ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ഈ ജുഡ്സു കൈസനിലേക്ക് വരുമ്പോൾ ഇവർ സ്റ്റോറി ബിൽഡപ്പ് ചെയ്യുന്നില്ല അല്ല ഞാൻ പറയുന്നത്. അത് സ്റ്റോറിനെക്കാട്ടി ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആക്ഷൻ സീക്വൻസിന് തന്നെയാണ്. ആക്ഷൻ സീക്വൻസ് ഫുള്ളി ആക്ഷൻ സീക്വൻസ്, എല്ലാ ആക്ഷൻ സീക്വൻസ് എടുത്ത് പറഞ്ഞ പറ്റും. എല്ലാ അടിപൊളി ആക്ഷൻ സീക്വൻസ് ആണ്. ഓരോരോ വ്യത്യസ്ത സാധനങ്ങളും വ്യത്യസ്ത കളർ ഗ്രേഡിങ്ങും വ്യത്യസ്ത ആനിമേഷനിലുള്ള കിഡിലെ ആക്ഷൻ സീക്വൻസ്. നിങ്ങൾക്ക് ആക്ഷൻ ഇഷ്ടമാണെങ്കിൽ ഈ ആനിമ എന്തായാലും കണ്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ഇൻട്രോ ഉണ്ട് ഈ ഒരു ആനിമയിൽ. അതായത് ഷിബുയ ഇൻസിഡൻറ്റ് ആർക്കിൻ്റെ ഒരു ഇൻട്രോ ആണ്. അത് ഫസ്റ്റ് ആ ഒരു ഗോജോൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നതല്ല. ഷിബുയ ഇൻസിഡൻറ്റ് ആർക്ക് തുടങ്ങിക്കഴിയുമ്പോൾ ഒരു ഇൻട്രോ വരുന്നുണ്ട് പോലെ. ആ ഒരു ഇൻട്രോ എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തെ ആനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ഇൻട്രോ അതായിരിക്കും. അതിൻ്റെ ഒരു ആനിമേഷൻ, അതിൻ്റെ BGM എല്ലാം കൊണ്ടും മികച്ചൊരു സാധനം തന്നെയാണ് ഞാൻ പറയും. അതിൻ്റെ പാട്ട് തന്നെയാണ്. ആ ഒരു പാട്ട് ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട് ഇയർഫോൺ ഇട്ടിട്ട്. അത്രയും കിട്ടില്ല ആ ഒരു ഇൻട്രോ സോങ്ങിൽ വെച്ചിട്ടുള്ളത്. അത്രയ്ക്ക് എഡിറ്റ് ആക്കുന്ന ഒരു ടൈറ്റിൽ കാർഡാണ് ഒരു ഫുള്ളി കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും സ്കിപ്പാക്കില്ല ഒരു ടൈറ്റിൽ കാർഡ്, അങ്ങനത്തെ ഒരു ടൈറ്റിൽ കാർഡാണ്. സോ അങ്ങനത്തെ ഒരു പ്രത്യേകത ജുഡ്സു കൈസൻ സീസൺ 2 ഉണ്ട് കേട്ടോ. സെക്കൻഡ് ആണെങ്കിൽ പറയാനുള്ള ഇതിൻ്റെ ആനിമേഷൻ തന്നെയാണ് കേട്ടോ. ആനിമേഷൻ ഒരു രക്ഷയില്ല, ആനിമേഷൻ കിട്ടില്ലാണ്. ആനിമേഷൻ മപ്പയാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. മപ്പേൻ്റെ മുമ്പത്തെ വർക്ക്സായ ചെയിൻസോ മാൻ ആണെങ്കിലും മുന്നത്തെ ഹെൽസ് പാരഡൈസ് എല്ലാം ആണെങ്കിൽ അറിയാം കിഡിലെ ആനിമേഷനാണ്, അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ആനിമേഷൻ്റെ കാര്യത്തിൽ മപ്പെല്ലാം പൊളി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കിഡിലെ ആനിമേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളർ ഗ്രേഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഫൈറ്റ് സീക്വൻസിലാണെങ്കിൽ വേറെ ലെവലാക്കി ഇവർ കാണിച്ചിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസിൻ്റെ കാര്യം പറയുമ്പോൾ ആനിമേഷൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തന്നെ കുറച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് അല്ല, കുറച്ച് അങ്ങോട്ടേക്ക് എത്തും. ഒരു 16-20 എപ്പിസോഡിൽ എത്തുമ്പോൾ അതിനകത്ത് കുറേ ക്യാരക്ടേഴ്സൊക്കെ റിട്ടേൺ ആയി വരുന്നുണ്ട്. അപ്പോൾ സുഗുണേൻ്റെ ഒരു അപ്പിയറൻസ് വരുന്ന സമയത്ത് അതെപ്പോഴും ഞാൻ പറയില്ല, ആ ഒരു സമയത്തൊക്കെ ഒരു കിടിലം ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ആ സമയത്തൊക്കെ ഇവർ ആനിമേഷനെല്ലാം മാറ്റി പിടിക്കുന്നു. ഞാൻ ഇവർ വിചാരിച്ചു ഇത് ഞാൻ കാണുന്ന ജുഡ്സു കൈസൻ മാറിപ്പോയോ, അങ്ങനത്തെ ഒരു ആനിമേഷൻ അടക്കം മാറിയിട്ടുണ്ട്. പക്ഷെ അത് ചിലവർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ എനിക്ക് നല്ലതായിട്ടും വർക്കൗട്ടായി കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അത് അവർ പൈസ ഉറക്കാൻ വേണ്ടി ചെയ്താണോ ഒരിക്കലും പറയാൻ കഴിയില്ല. അത് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഒരു വർക്കേഴ്സിനെ ഇറക്കാൻ ഉണ്ട് എന്നെല്ലാം പറയുന്നത് വയ്ക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളിലുള്ളതിനെ കൊണ്ട് തന്നെ ഒരു ആനിമേഷനും കാര്യങ്ങളും കുറച്ച് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമില്ല, കിട്ടില്ല സാധനം തന്നെയായിരുന്നു. ഭയങ്കര കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറേ ആനിമേഷനിൽ വേരിയേഷൻസും കാര്യങ്ങളും ഇതിൻ്റെ അത് കാണാൻ കഴിയും.
സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. സോ ആനിമേഷൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരധികം തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സാണ് ഏറ്റവും കിട്ടിയ സാധനം. കാരണം ഈ സീസണിലെ കാണിച്ചേക്കാട്ട് കൂടുതൽ ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് റിട്ടേൺ ആണ്. എസ്പെഷ്യലി സീറോ മൂവി ഞാൻ കാണുമെന്ന് പറഞ്ഞല്ലോ, അതിനകത്തുള്ള മിക്ക എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്തേക്ക് റിട്ടേൺ ആകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സീറോ മൂവി എന്തായാലും കാണുമെന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സീറോ മൂവി കണ്ടിട്ട് ഈ ഒരു സീരീസ് കാണണം, എന്നാലും നിങ്ങൾക്ക് പ്രോപ്പർ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഗൂസ് ബംസ് എല്ലാ ക്യാരക്ടറെല്ലാം റിട്ടേൺ ആവുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ സീറോ മൂവിൽ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് റിട്ടേൺ ആയിട്ട് അവർക്കൊരു പ്രോപ്പർ സ്ക്രീൻ സ്പേസ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും പ്രോപ്പർ സ്ക്രീൻ സ്പേസ്. അതാണ് എനിക്ക് ഞാൻ എത്തിപ്പോയത്. ഒരു ക്യാരക്ടർ വരെ വിട്ടുപോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ ഒരു ക്യാരക്ടേഴ്സ് എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ക്യാരക്ടറിനെ പറ്റി എനിക്ക് പറയാണ്ട് വയ്യ കേട്ടോ. ആ ഒരു ക്യാരക്ടർ ഇനി ഫ്യൂച്ചറിലേക്ക് വരുമോ എന്നൊന്നും അറിയില്ല. ഒരു ക്യാരക്ടറിനെ ഈ ഒരു സീസൺ 2 തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ വന്ന സമയത്തൊക്കെ പൊടി പൂരേനും ഫസ്റ്റ് അപ്പിയറൻസുകളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഒന്നും തോന്നില്ല. ഒരു ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒരു ബിൽഡപ്പ് എല്ലാം കൊടുത്ത് ഒരു സെക്കൻഡ് ഇൻട്രോ തേർഡ് ഇൻട്രോയിൽ വരാനുണ്ട് മോനെ. അത് എപ്പോൾ എന്താണെന്ന് പറയില്ല. ആ സമയത്ത് ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഒരു ഗൂസ് ബംസ് ഒരു എക്സൈറ്റ്മെൻറ്റിലുണ്ടല്ലോ. ആ ഒരു കിടിലൻ ക്യാരക്ടറിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് ടോജി. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടർ കേഴ്സ് യൂസർ അല്ല. ആ ഒരു ക്യാരക്ടർക്ക് സാധാ കേഴ്സ് യൂസർ. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മസിൽസും കാര്യങ്ങളും കൊണ്ട് ഒരു സാധാ ഹ്യൂമൻ ആണ്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ മസിൽസും കാര്യങ്ങളും കൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ഫൈറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു അത്രയും ഒരു പ്രത്യേകമുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ അത്രയും കിള്ളം ക്യാരക്ടറാണ്. എനിക്ക് ഏറ്റവും ഈ ഒരു സീസൺ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒരു ക്യാരക്ടർ വേറെ ടോജി എന്ന് പറഞ്ഞ ക്യാരക്ടർ. സോ അവർ നിങ്ങൾക്ക് കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്യുക അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. സോ അങ്ങനത്തെ കുറേ വേറെ ലെവലിൽ ക്യാരക്ടേഴ്സൊക്കെ ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഒരു ആന ഫുള്ളി ആക്ഷൻ പാക്ഡും ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ റിട്ടേൺ ആണെ കൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമുക്കൊരു സെലിബ്രേഷൻ വേണമെങ്കിൽ പറയാം. ജുജുത്സു സീറോ എന്ന് പറഞ്ഞ മൂവി തന്നെ കുറേ കാര്യങ്ങൾ ചുറ്റിപ്പറ്റി ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് നടക്കുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളുള്ള കൊണ്ട് കുറേ ഒരു സെലിബ്രേഷൻ വേണമെങ്കിൽ പറയാം. നമുക്ക് അതായത് ഈ ഒരു ആനിമ ഒറ്റയടിക്ക് കണ്ടു തീർക്കുന്നവർക്ക് വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാകും. ഞാൻ വീക്കിലാണ് ഈ ആനിമ റിലീസ് ചെയ്യുമ്പോൾ കണ്ടത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒറ്റയടിക്ക് നിങ്ങൾ ഫുൾ കണ്ടിട്ട് നിങ്ങൾ ഇത് ഫുള്ളി ഒരു ആക്ഷൻ പാക്ഡ് മൂവി നിങ്ങൾ കണ്ടു തീർത്ത ഒരു ഫീലേക്ക് നിങ്ങൾക്ക് ഉണ്ടാവുക. സോ അങ്ങനെ ഫുള്ളി ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആനിമ ആയിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. ഒരു ആനിമ കിഡിലും ഫൈറ്റ് സീക്വൻസ്, കിഡിലും ആനിമേഷൻ, കിഡിലും ക്യാരക്ടേഴ്സ്, പിന്നെ വേറെ എന്താ വേണ്ട, വേറെ ഒന്നും വേണ്ട. നെഗറ്റീവായിട്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. കുറേ എക്സൈറ്റ്മെൻറ്റ് ആക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ ഷിബിയാൻഷൻ്റെ ആർക്കാണ്. അപ്പോൾ ഷിബിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന കുറേ ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ്. ആ ഒരു കേഴ്സ് യൂസേഴ്സൊക്കെ മറ്റേ ആ ഒരു ഷിബിയ എന്ന സ്ഥലത്ത് ഫുള്ളി ഒരു അറ്റാക്ക് ചെയ്യുന്ന സംഭവമാണ്. സോ അപ്പോൾ നമ്മളൊരു സോഴ്സേഴ്സ് വന്നിട്ട് രക്ഷപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അത് അത്രയ്ക്ക് നമ്മളെ എൻഗേജിങ് ആക്കി കാണിക്കുന്നുണ്ട്. ഹൈലി എൻഗേജ്ഡ് ആക്കി ഒരു എപ്പിസോഡ് വരെ തരി ബോറടിപ്പിക്കാണ്ട് കാണിക്കേണ്ട സാധനങ്ങളെല്ലാം കാണിച്ച് കിടലം പോലെ കാണിച്ചു കൊണ്ടുപോകുന്ന ഒരു ആനിമയാണ്. കണ്ടിട്ടില്ലാത്ത എന്തായാലും കണ്ടു നോക്കുക എന്ന് പറയാനുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഇറങ്ങി പറയുന്നില്ല. ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളും നിങ്ങൾ കണ്ടന്നെ ആസ്വദിക്കുക. ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ കണ്ടന്നെ ആസ്വദിക്കുക. സോ ഇതിനകത്ത് മൊത്തം ഇറങ്ങി ചെല്ലാൻ കഴിയില്ല. ഫുൾ സ്പോയിലേഴ്സ് തന്നെയാണ്. കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് എപ്പിസോഡ്, ഇന്നലെ അറിയാത്ത എപ്പിസോഡിൽ കിട്ടില്ല ഒരു ക്യാരക്ടർ റിട്ടേൺ ആണ്ട്. സോ കൂടുതൽ പറയുന്നില്ല. ഒരു മൂവി എന്തായാലും നിങ്ങൾ കാണുമെന്ന് നിങ്ങൾക്ക് പറയാനുള്ളൂ. ഒരു മൂവി കണ്ടിട്ട് ഈ സീസൺ 2 കാണുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നലത്തെ ഇറങ്ങിയ ലാസ്റ്റ് എപ്പിസോഡ് കിഡിലും ക്ലിഫ് ഹാങ്ങറോട് വരെയാണ് നിർത്തിയത്. സോ ഇനി സീസൺ 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് തന്നെയാണ്. ഒരു കിഡിലെ എൻഡിങ് തന്നെയാണ് ഒരു സീസൺ 2 വേണ്ടി കൊടുത്തിട്ടില്ല. സീസൺ 3 ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തിട്ട് ഇനി സീസൺ 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സോ ഈ സീസൺ കണ്ടിട്ടുള്ളത് എന്തായാലും കണ്ടോ. ഒരു കിഡിലെ റോളർ കോസ്റ്റർ റൈഡ് തന്നെയാണ് ഞാൻ ഉറപ്പിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.